ബഹുമാനമുള്ള ഈ ഉദ്ഘാടന സെഷനിൽ എത്തിയിട്ടുള്ള EYFI ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഇടങ്ങളിലായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കായിക താരങ്ങൾ, പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് DYFI കേരള സംസ്ഥാന ഒട്ടാകെ നടത്തിവരുന്ന വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിൽ പാറശാല ബ്ലോക്ക് കമ്മിറ്റി ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കേരളത്തിലെ യുവതലമുറ, അത് യുവാക്കളാകട്ടെ യുവതികളാകട്ടെ, നാളത്തെ ഭാവി തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് അതിൻ്റെ ഭാഗമായി ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ഹീനമായ പ്രവർത്തനം ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് DYFI എന്ന് പറയുന്ന കേരളത്തിലെ മഹായുവജന പ്രസ്ഥാനം ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കേരളത്തിലാകമാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രീമിയർ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഇതിന് സ്വാഗതം പറഞ്ഞതിലേക്കായി DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സഖാവ് SP ആദർശനെ ക്ഷണിക്കുന്നു. മുഴുവൻ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും മേഖലാ ഭാരവാഹികളും വേദിയിലേക്ക് വരേണ്ടതാണ്. മുഴുവൻ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും മേഖലാ ഭാരവാഹികളും വേദിയിലേക്ക് വരേണ്ടതാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന DYFIയുടെ കേരള സംസ്ഥാന ട്രഷറർ സഖാവ് അരുൺ ബാബു, അധ്യക്ഷൻ സഖാവ് M കുമാർ, ബ്ലോക്ക് ട്രഷറർ സഖാവ് സൂര്യ എസ് പ്രേം, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രാഹുൽ എ രാജൻ, വേദിയിലുള്ള DYFIയുടെ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സഖാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കായിക താരങ്ങളെ, പ്രിയപ്പെട്ട ടീം ഓണേഴ്സ്, DYFI കേരള സംസ്ഥാന വ്യാപകമായി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും അതുപോലെ തന്നെ ലഹരി വിപണനത്തിനെതിരെയും അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചു വരിക. ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി DYFI പാറശാല ബ്ലോക്ക് കമ്മിറ്റി യോഗം ചേർന്ന് ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന മുദ്രാവാക്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ വളരെ മനോഹരമായ രീതിയിൽ ഒരു ഓൾ കേരള ക്രിക്കറ്റ് പ്രീമിയർ ലീഗ്, IBA പ്രീമിയർ ലീഗ് എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ്. 12 ടീമുകളാണ് ഈ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 9, 10 തീയതികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മഴ കാരണമാണ് കഴിഞ്ഞ ദിവസത്തെ മറ്റ് സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് 2-3 തീയതികളിൽ തീരുമാനിച്ചിരുന്നത് 9, 10ലേക്ക് മാറ്റിയത്. അതിൻ്റേതായിട്ടുള്ള ചില ഒരുക്കങ്ങളുടെ ഒരു ഷിഫ്റ്റിംഗ് ഒരു പ്രശ്നമായിരുന്നു. എന്നാലും പരമാവധി വേഗത്തിൽ ഞങ്ങൾക്ക് ഇത് ക്രമീകരിക്കുവാൻ കഴിഞ്ഞു. ലൈവ് സ്ട്രീം ചെയ്യുന്നത് അനിൽ ചേട്ടനും ടീമുമാണ്. വെബ് സ്ട്രീമിംഗ് ലൈവ് കേരളം മുഴുവൻ നമ്മുടെ മത്സരങ്ങൾ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 12 ഐക്കൺ പ്ലേയേഴ്സ്, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച 12, വൈശാഖിനെ പോലെ, ശ്യാം ഗില്ലിയെ പോലെ, സോളമനെ പോലെ, അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരുടെയൊക്കെ തിരക്കേറിയ ഷെഡ്യൂളിനിടയിൽ പോലും ഒരു ഡേറ്റ് മാറിയിട്ട് പോലും ആയിരങ്ങളും 10,000ങ്ങളും പേയ്മെൻ്റുള്ള ഈ കളിക്കാർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കളിക്കാൻ, റാമിനെ പോലുള്ള പ്ലേയേഴ്സ് കളിക്കാൻ വേണ്ടി എത്തുകയാണ്. അവർക്ക് കൂടെ നന്ദി പറയുവാൻ, കാരണം ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് KTCA അംഗീകരിച്ച കളിയാണ്. കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകാരമുള്ള ഒരു കളി ഒരു പക്ഷേ നെയ്യാറ്റിൻകരയിൽ തന്നെ നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രീമിയർ ലീഗ് വിജയകരമാക്കി മാറ്റുവാൻ തയ്യാറായ 144 കളിക്കാരെയും 12 ടീം ഉടമകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൂടെ നന്ദി കൂടെ പറയാൻ സമയം കൂടെ കണ്ടെത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന, ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന DYFIയുടെ കേരള സംസ്ഥാന ട്രഷറർ കൂടെ ആയിട്ടുള്ള സഖാവ് അരുൺ ബാബുവിനെയാണ്. പ്രിയ സഖാവിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പാറശാല ബ്ലോക്ക് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള സഖാവ് എം കുമാറിനെയാണ്. പ്രിയ സഖാവിനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള സഖാവ് വിഷ്ണു, ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സുഭാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രാഹുലെ രാജൻ, അങ്ങനെ തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെയും സുഹൃത്തുക്കളെയും ഏവരെയും ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കളിക്കാരെയും അതോടൊപ്പം ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനം ലഹരിക്കെതിരായുള്ള ജനകീയ കവചം ഒരുക്കുകയാണ്. ലഹരിയാകാം കളിയിടങ്ങളോടെന്ന മുദ്രാവാക്യമുയർത്തി നമ്മുടെ നാടിലാകെ ഡിവൈഎഫ്ഐ പ്രചണ്ഡമായ പ്രചരണം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് ഭീകരവാദത്തിനെതിരായി നമ്മുടെ രാജ്യമാകെ ഒറ്റക്കെട്ടായുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരായിട്ട് ജീവൻ ബലി കൊടുത്ത നമ്മുടെ ധീരരായ പോരാളികൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഭീകരതയും തീവ്രവാദവും അതുവഴിയുള്ള വിദ്വേഷവും സ്പർദ്ധയുമെല്ലാം മനുഷ്യർ തങ്ങളിലുള്ള അകലം വർദ്ധിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ആ നന്മകൾ പോക്കുന്ന ഒരു കാലത്തെ രൂപപ്പെടുത്തിയതിന് നമ്മുടെ കലയ്ക്കും കായിക മേഖലയ്ക്കും നമ്മുടെ സാഹിത്യത്തിനുമെല്ലാം വിശ്വസാഹിത്യത്തിനുമെല്ലാം വലിയ പങ്കാണുള്ളത്. പലതരത്തിലുള്ള സ്പർദ്ധകൾ നിലനിൽക്കുമ്പോഴും ക്രിക്കറ്റിന് ആ മുറിവുണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ പശ്ചാത്തലത്തിന് ശേഷം നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യാതിർത്തികളും അതുപോലെ ഭാഷയും സംസ്കാരവും രാജ്യങ്ങൾ തങ്ങളിലുള്ള സ്പർദ്ധകളെയുമെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് നമ്മുടെ കലയ്ക്ക് കായിക മേഖലയ്ക്ക് ക്രിക്കറ്റ് അടക്കമുള്ള വിനോദങ്ങൾക്ക് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും കലയ്ക്കും കായിക മേഖലയ്ക്കും സാഹിത്യത്തിനുമെല്ലാം സാംസ്കാരികതയുടെ രാഷ്ട്രീയത്തിനുമെല്ലാം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യയുടെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും എല്ലാം ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീപാറുന്ന പോരാട്ടങ്ങളുടെ ഇടങ്ങളിൽ നമ്മുടെ രാജ്യത്തിനെ നയിക്കുന്ന പോരാളികൾക്ക് ആവേശം പകരുന്നതിന് ആ പോരാട്ടത്തിൻ്റെ ഇടങ്ങളിലേക്ക് കൂടുതൽ മനുഷ്യരെ ആവാഹിക്കുന്നതിനും അതിൻ്റെ ആശയപ്രചരണത്തിനുമെല്ലാം ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ പാട്ടുകളും നാടകങ്ങളും അതുപോലെ എഴുത്തും വരകളും അതുപോലെ നമ്മുടെ വിശ്വസാഹിത്യത്തെയെല്ലാം വരച്ചു കാട്ടിയ നിരവധിയായ സർഗാത്മകമായ സൃഷ്ടികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നവോത്ഥാന മുന്നേറ്റങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ സാമൂഹ്യ മുന്നേറ്റ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചതിന് നമുക്കറിയാം പാട്ടബാക്കിയും വാഴക്കുലയും പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയമെല്ലാം പറഞ്ഞ കാരൂരിൻ്റെ പൊതിച്ചോർ എന്ന കഥയുമെല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ആ നിലയിൽ ഭൂപരിഷ്കരണ നിയമത്തെ സ്വാധീനിച്ച നമ്മുടെ പാട്ടബാക്കിയും അതുപോലെ വാഴക്കുലയും വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സ്വാധീനിച്ച പൊതിച്ചോറുമെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആ നിലയിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തെ പോലെ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം നടത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ ഇന്നലകളിൽ ബാംഗ്ലൂരും അല്ലെങ്കിൽ കൽക്കത്തയിലും ബോംബെയിലും ഡൽഹിയിലുമെല്ലാം ഇന്ത്യയുടെ മഹാനഗരങ്ങളിൽ അല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചു എന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മളത് ഒരു അപരിചിതത്വത്തോടു കൂടിയാണ്. നമ്മുടെ നാടിനെ ഒരിക്കലും ഇതൊന്നും ബാധിക്കില്ല. നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ വേട്ടകൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ അതിനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ വീടിന്റെ പടിക്കലേക്ക്, നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക്, നമ്മുടെ വീടിന്റെ സ്വീകരണ റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക്, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ലഹരി കടന്നു വരികയാണ്. നമ്മുടെ നാട് ലഹരിക്ക് അടിമപ്പെടുന്ന യൗവനം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ലക്ഷ്യബോധമുള്ള ഒരു യുവത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇങ്ങനെ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ ക്യാമ്പയിൻ പ്രചണ്ഡമായ പ്രചരണം, ചെറുത്തുനിൽപ്പ് കേരള സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് ലഹരിക്കെതിരായി പ്രചരണം നടത്തുമ്പോൾ
ചില ആളുകൾ കരുതുന്നത് കേരളം ഇന്ന് ലഹരിയുടെ ഒരു ഹബ്ബായി മാറി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം എടുത്തു പരിശോധിക്കപ്പെടുമ്പോൾ ഏറ്റവും കുറച്ച് ലഹരി ഉപയോഗിക്കപ്പെടുന്ന, ഏറ്റവും കുറച്ച് ലഹരി കച്ചവടം നടത്തുന്ന, ആ നിലയിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ഏറ്റവും കുറവുള്ള, ലഹരി കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. എങ്കിലും നമ്മൾ അതൊരു ജാഗ്രതയോടുകൂടി കാണുന്നു. നമ്മുടെ യൗവനത്തിന്റെ, നമ്മുടെ മനുഷ്യന്റെ, അവന്റെ ബുദ്ധികൂർമ്മതയെ, അവന്റെ ശാരീരികമായിട്ടുള്ള കരുത്തിനെയെല്ലാം ലഹരി ഒരിക്കൽ പോലും കവർന്നെടുക്കരുത്. നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ ശാരീരികമായ ക്ഷമതയും നമ്മുടെ നാടിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് കേരളീയ സമൂഹം ഏറ്റെടുക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ എന്ന പുരോഗമന യുവജന പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും നാടിന് മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, സാംസ്കാരിക മുന്നേറ്റത്തിന്റെ, രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ എല്ലാം ആ കരുത്തു കാട്ടിയ യുവജന പ്രസ്ഥാനം ഏറ്റവും കരുത്തോടുകൂടി ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഇന്ന് നമ്മുടെ നാട് കൂടി അതിന്റെ ഭാഗമായി മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ പാറശാല ബ്ലോക്ക് കമ്മിറ്റി, യുവ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരങ്ങൾ ഇന്ന് ഇവിടെ ആദർശ് പറഞ്ഞതുപോലെ മണിക്കൂറിന് വലിയ ഫീസ് വാങ്ങുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിഫലം പറ്റുന്ന വലിയ ആരാധക വൃന്ദമുള്ള കളിക്കാർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അവർ ഈ നാടിന്റെ ഒരു പരിച്ഛേദമാണ്. അവർ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ ശുഭ്ര പതാകയോടൊപ്പം കൈകോർക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി അണിനിർന്ന മുഴുവൻ കായിക താരങ്ങളെയും, അതിന്റെ ഭാഗമായി ഇവിടെ കാണികളായി എത്തിച്ചേർന്നുള്ള ഈ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഡിവൈഎഫ്ഐയുടെ സഖാക്കളെയും ഇത്തരത്തിലൊരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനം നൽകുന്ന, ഏറ്റവും വലിയൊരു ഈ ക്രിക്കറ്റ് മാമാങ്കം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ പാറശാല ബ്ലോക്ക് കമ്മിറ്റിയുടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ നാടിനെ ലഹരി എന്ന മഹാവിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് അതിന് ഏറ്റവും ശക്തിമത്തായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പാറശാല ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ട്രഷറർ സഖാവ് സൂര്യാസ് പ്രേമനെ ക്ഷണിക്കുന്നു. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പാറശാല ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യുവ പ്രീമിയർ ലീഗിന് ഇവിടെ ഇന്ന് ഉദ്ഘാടന സെക്ഷൻ വളരെ വൈകിയാണ് ആരംഭിച്ചത്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. ഡിവൈഎഫ്ഐ പാറശാല ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. டெர்போ ஓஸ்கா 52 ரன் பதிவு பண்ணிருக்காங்க, 4 விக்கெட் லாஸ் பண்ணிருக்காங்க. 53 ரன் பதிவு பண்ணால் KGF டீம் வந்து வின் பண்ணலாம். நல்லா இருக்க போகுது செகண்ட் இன்னிங்ஸ். 51 റൺസ് സ്കോർ ചെയ്തിരിക്കുന്നു. 2 ഓവർ முடிவில் 31 ടീം മാൻഡ വളരെ വിക്കറ്റ് ലാസ് பண்ணாம KGF അമരവളை ஃபர்ஸ்ட் இன்னிங்ஸ் முடிவில் 67 ரன் பதிவு பண்ணிருக்காங்க ஸ்கை விங்ஸ். 68 ரன் பதிவு பண்ணால் செருவாரா டீம் வந்து வின் பண்ணலாம். 68 ரன் பதிவு பண்ணால் செருவாரா டீம் வந்து வின் பண்ணலாம். 3 ஓவர் முடிவில் 12 ஒரு விக்கெட் லாஸ் பண்ணியிருக்காங்க SLK அனந்தபுரி. ஸோ ஒரு ஓவர் முடிவில் 6 ரன், விக்கெட் எதுவுமே லாஸ் பண்ணாமல் நரசிங்கா. Mr. Achuayappan and Jackson is there is not a shoe there.